Kerala Movie Factory. സൂര്യശങ്കാവുന്നവരെ ഇതൊന്ന് കൈപ്പറ്റി പോട്ടോ. എന്തത് ടീച്ചർ എന്ന്? അല്ല, അത് കോടതിയിൽ നിന്നാണ് സമൻസേ. ഇതിൽ ഒപ്പിടണം. എന്തെന്നാ? ഇത് CRPC ചാപ്റ്റർ 6 ബ്രാക്കറ്റിൽ 3. അങ്ങനെ പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി കോടതിയിൽ ഹാജരാണ്. ഏപ്രിൽ 1? ഇല്ല, ഏപ്രിൽ 1 നമുക്ക് പറ്റില്ല. എനിക്കന്ന് ടീച്ചറുമായിട്ട് ഒരു ഡേറ്റിംഗ് ഉണ്ടെന്ന് വേറെ ആരെങ്കിലും നോക്കാം. വേറെ ആരെങ്കിലും? അപ്പോൾ വേറൊരു സെക്ഷനും വരും. IPC 419 ആൾമാറാട്ടം. അതും കുറ്റം? പിന്നെ അത് കിട്ടണം. എനിക്ക് കോടതിയിൽ വരാൻ കോട്ടൊന്നുമില്ല. CMP 1899/2018, CC നമ്പർ 926/2018, ചീമേനി ക്രൈം നമ്പർ 17/2018. രണ്ടാം സാക്ഷി സുരേഷൻ കാവുന്താഴെ. കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിക്കുമെന്നും മുഴുവൻ സത്യവും ബോധിപ്പിക്കുമെന്നും സത്യമല്ലാത്ത ഒന്നും ബോധിപ്പിക്കുകയില്ല എന്നും ദൈവനാമത്തിൽ സത്യം ചെയ്തുകൊള്ളുന്നു. സുരേഷൻ കാവുന്താഴെ അല്ലേ? അതെ, മജിസ്ട്രേറ്റ് അല്ലേ? സുരേഷ, അന്ന് എത്ര വേഗതയിലാണ് ഓട്ടോ ഓടിച്ചിരുന്നത്? ഒരു 20-25. ആ റൂട്ടിൽ വേഗത 60 ആണ്. അതെ. സുരേഷിൻ്റെ വണ്ടിക്ക് ഒരു തകരാറുണ്ടായിട്ടില്ല? ഇല്ല. റോഡിൽ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല. എന്ത് സുരേഷ് അങ്ങനെ മെല്ലെ വണ്ടി ഓടിച്ചു പോകാൻ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ല അല്ലേ? ഇങ്ങനെ ഒരു കഥയുണ്ടാക്കിയിട്ട് കോടതി പറയാൻ രാജീവിന് എത്ര പൈസ തന്നു സുരേഷ്? ഓളെ ആശുപത്രി കാണിക്കാൻ പൈസ ഇല്ല. അന്നേരമാണ് ഓന് ഞാൻ പൈസ കൊടുക്കുന്നു. വേണ്ടാനും പറയില്ല. നീ എന്നെ കൂട്ടുകാരി കാര്യങ്ങളൊക്കെ പറഞ്ഞോ? സാക്ഷി വീട്ടിൽ പോയിക്കോട്ട്. രാജീവാ, വീട് പറയാണ്ടാടിയിരുന്നേ. ഇരിക്കും. ഓളെ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലാന്നും അതിന് വേണ്ടി കക്കം കരുതെന്ന് എനിക്കറിയാം. ഞാൻ തെളിയിച്ചോളാം. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. സുരേഷ, അന്ന് ഓട്ടോയിൽ ആരാ യാത്ര ചെയ്തത്? ഞാൻ. നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? സർ, കോടതിയിൽ ഹാജരാക്കിയ CCTV ഫുട്ടേജ് പരിശോധിച്ചാൽ അന്ന് ഇയാളുടെ കൂടെ വേറൊരാളും കൂടി യാത്ര ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അത് നമുക്കൊന്ന് പരിശോധിക്കണം. സർ, രാജീവനും സുരേഷും വേറൊരാളും ചേർന്ന് നടത്തിയ ഒരു ഗൂഢ പദ്ധതിയാണിത്. രാജീവന് പിറകു കൂടി പോയി സൂട്ട് കേസ് എടുത്ത് സുരേഷിനെ ഏൽപ്പിച്ചു. അതിനുശേഷം വീണ്ടും ആ വീട്ടിലേക്ക് വന്ന സമയത്താണ് MLAയുടെ പട്ടികളാക്കി രാജീവനെ പിടിക്കുന്നത്. സർ, ഈ രണ്ടാം സാക്ഷി സുരേഷിനെ അപ്രൂവ് ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കള്ളസാക്ഷി പറയാൻ വന്നതിന് അയാൾക്ക് കേസെടുക്കണം. സർ, കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട്. എനിക്ക് ബേക്കറിയെല്ലാം കൊണ്ടുപോകാനുണ്ട്. പോണം. ഇത് കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഇതെല്ലാം കയറുമ്പോഴേക്കും എനിക്ക് പ്രഷർ കൂടും. സ്റ്റെപ്പ് കയറി പ്രഷർ കുറയും സുരേഷ. ഞാൻ മുന്നേ പറഞ്ഞു എന്നെ ഇതിലേക്കൊന്ന് വെച്ചിടലാണ്. എന്റെ ലവ് ലൈഫിനെ അത് ബാധിക്കുന്നു. കല്യാണം കഴിക്കാത്ത ഒരു ഓട്ടോ ഡ്രൈവർ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ഇപ്പൊ ആരാ ഉണ്ടായിരുന്നു പറയാൻ ഞാൻ വീടില്ല സുരേഷ. ആള് കോടതിയിൽ വന്നേ പറ്റൂ. അങ്ങനെ ഒരു പാവം പെണ്ണിനെ കോടതി കയറ്റി നിങ്ങൾ അങ്ങനെ കേസ് ജയിക്കണ്ട. സുരേഷ് ചേട്ടാ, ഇതാ നിങ്ങൾ പറഞ്ഞ കള്ളനും ഗേൾഫ്രണ്ടും? സുരേഷ് ചേട്ടൻ അപ്പം നിങ്ങളെ പറ്റി പറയലുണ്ട് കേട്ടാ. കല്യാണം കഴിച്ചിട്ടില്ല, ലിവിങ് ആണ്, പ്രഗ്നന്റ് ആണെന്നല്ല. അത് മതി സുരേഷ് ചേട്ടൻ അപ്പനോട് ലീവ് എടുക്കാൻ പറയലേന്ന്. സുരേഷ, രാജീവേട്ടാ, സുരേഷനല്ലേ ഇത്? എന്തു പറ്റി? വണ്ടി വീണ്ടും കൊണ്ടിടിച്ചാ? ഇല്ല ഇത് സ്റ്റെപ്പിൽ നിന്ന് ചടപടാന്ന് വീണ. ആ, മോളിന്ന് വീഴുന്ന കുറ്റല്ല.
സാറെന്തിടെ പേപ്പറിൽ വായിച്ചില്ലേ ഷട്ടിൽ കോട്ടിലെ കൊലപാതകം ദേ ഫുൾ ടീമുണ്ട്. രണ്ടു മൂന്ന് ദിവസമായില്ലേ? ആ 2-3 ദിവസമായി. പക്ഷെ പ്രതിക്ക് സാക്ഷികൾക്ക് ബോധം വന്നല്ലേ? ബോധം വന്നിട്ട് ചോദ്യം ചെയ്യാൻ പറ്റുമോ? പോട്ടെ രാജേട്ടാ, കുറെ പണിയുണ്ട്. ഇവരെ മുഴുവൻ ഡിസ്ചാർജ് ചെയ്യണം, കോടതിയിൽ ഹാജരാക്കണം. CRPC 84. അമ്പളാ. ശരി. ടീച്ചർ നമുക്കൊരു ഉപകാരം ചെയ്തു തരണം. ഒരു ദിവസം കോടതിയിലേക്കൊന്നും വരണം. കോടതിയിലാ? ഞാനാ? ഞാനൊന്നും പോവില്ല സുരേഷ് ചേട്ടാ. ഞാൻ പറഞ്ഞിട്ട് ടീച്ചർ വരില്ലാന്ന്. ടീച്ചർക്ക് ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിലൊന്നും വലിയ താല്പര്യമില്ല. டீச்சர் நீங்கள் உங்கள் வாழ்க்கையில் முன்னாடி பார்த்தா போதும். கொஞ்சம் மாமாவோட பின்னாடி பாருங்கள், உள்ளே இருக்கிற குழந்தை பாருங்கள். കോടതിയിൽ ഞാൻ വരാം. രാഷ്ട്രീയ പുനർനിർമ്മാണത്തിൽ സുരേഷ് ചേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സുമലതേ, അത്രയും വൈകിട്ട് നിങ്ങൾ അന്ന് എവിടെയാണ് പോയിരുന്നത്? ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടം അല്ലാണ്ട് വേറെ ഏതാണ് സാറേ കംഫർട്ടായിട്ടുള്ള സ്ഥലമില്ലത്? എനക്കൊരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്. സുരേഷ് ചേട്ടൻ അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം മെല്ലയാന്ന് സുരേഷ് ചേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിനി. ഒരു 20-25. അല്ലാണ്ട് ഈ വക്കീലിൻ്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാൻ എൻ്റെ സുരേഷ് ചേട്ടനെ കിട്ടൂല. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്. അതാണ് സുരേഷ് ചേട്ടൻ്റെ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് എൻ്റെ ലൈൻ. സ്ലോ നിർത്തി പറ. എനിക്കിത് എഴുതിയെടുക്കണ്ടേ? സോറി സർ. സർ, ഈ സാക്ഷിയെ സ്വീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് പാടില്ലാന്ന്. പാടും സർ, നന്നായി പാടും സർ. ഇറ്റ്സ് വേസ്റ്റിംഗ് അവർ പ്രഷ്യസ് ടൈം സർ. നോ സർ. Kerala Movie Factory